മുന്നോട്ട് പോകണം സാറേ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരിച്ചാൽ ഞങ്ങൾ ഇപ്പൊ പോകത്തില്ല. സഹോദര, ഞങ്ങൾ വർഷങ്ങളായി ഗോഡൌണുകളിൽ കഴിയുന്നു. ഞങ്ങളുടെ വേദനയും ബുദ്ധിമുട്ടും നിങ്ങൾ എന്തേ കാണാത്തത്? നിങ്ങൾക്ക് സാധിക്കുമോ ഞങ്ങളെപ്പോലെ ഗോഡൌണുകളിൽ കഴിയാൻ? എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സമരം നിർത്താം. നിങ്ങളുടെ ഒരു ശമ്പളം ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? സാറിന് ചോദിക്കണം. സാറിന് ചോദിക്കാണ്. സാറിന് ഒരു മാസത്തെ ശമ്പളം, ഒരു മാസത്തെ വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുമോ സാറേ? ഒരിക്കലും പറ്റില്ല. അപ്പം ഞങ്ങളെങ്ങനെ മാറും? ഞങ്ങളെങ്ങനെ മാറണം? ഞങ്ങളുടെ വിശാലമായ കടപ്പുറം എവിടെ? കളിസ്ഥലം എവിടെ? ഞങ്ങള് ഗവൺമെന്റിൻ്റെന്ന് പിടിച്ചു പറിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ സ്ഥലം ചോദിക്കാൻ വന്നത്. മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനായുള്ള റോഡ് ഉപരോധ സമരം ഒത്തിരി പേരുടെ അനുദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. സഹോദര, ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു. ഞങ്ങൾ കളിച്ചു വളർന്ന കടല് തീരമാണ്. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ആണുങ്ങൾ കടലിൽ ജോലിക്ക് പോയ ആ ഏറ്റനെ ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും? അല്ല, വേറെ കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഇങ്ങനെ റോഡ് ഉപരോധിച്ചാൽ ഇപ്പൊ നമ്മുടെ മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പൊ മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, അവർക്ക് റോഡിൽ തടഞ്ഞു നിന്ന് അവരൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദന. ഞങ്ങൾ ഗോഡൌണിൽ വർഷങ്ങളായി കിടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും കണ്ണതില്ലേ നോക്കാൻ വേണ്ടി? നിങ്ങൾ ഒരു ദിവസം ഇറങ്ങി വന്ന് നോക്ക്. ഞങ്ങളുടെ സഹോദരങ്ങൾ കിടക്കുന്നത് സിമന്റ് ഗോഡൌണുകളിലാണ്. നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയും പ്രായപൂർത്തിയായ മക്കളെയും വെച്ച് ഒരു റൂമിൽ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഈ സമരം ഇപ്പം പിൻവലിക്കാം. നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ ഭർത്താവ് കടലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കടപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വിശാലമായി കിടന്ന് ഉറങ്ങിയ കടലിന്റെ മണ്ണ് ഇപ്പൊ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആണുങ്ങൾ എവിടെ പോകും? ഇന്ന് ഞങ്ങളുടെ മക്കൾ മൊബൈലിലിട്ട് കുത്തുന്നു. ഞങ്ങൾക്ക് കളിക്കാൻ, ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എവിടെ വിടും? നിങ്ങൾ ഞങ്ങൾക്ക് അതിന് മറുപടി താ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ 5 ആവശ്യങ്ങൾ, അതായത് നിങ്ങൾ 7 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനകത്ത് 5 കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം പറയുന്നത് തന്നെ അത് മീഡിയയിൽ പറയുന്നത്. എങ്കിൽ ഞങ്ങൾ എപ്പോഴേ ഞങ്ങൾ മാറി തന്നേനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജോലിയും കൂലിക്കും പോകാതെ മക്കളെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ ഈ വെയിലത്ത് വന്ന് കുത്തിയിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ തലയിൽ വണ്ടോടുന്ന? ഇതെന്തോന്ന് സഹോദരൻ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി അന്നത്തിന്റെ അടുത്തിരിക്കുവോ? വിശന്ന വയറിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. ഞങ്ങൾ കടലിന്റെ മക്കളാണ്. അന്ന് പ്രളയം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ഉദ്യോഗസ്ഥർ ഇറങ്ങി പോയില്ല? മന്ത്രിമാർ ഇറങ്ങി പോയില്ല? നിങ്ങളുടെ ജനത്തെ വോട്ടിട്ട് ജയിപ്പിച്ചെന്ന ജനത്തെ രക്ഷിക്കാൻ പോകാത്ത എന്ത്? അന്ന് കടലിന്റെ മക്കളെ വേണമായിരുന്നു. അന്ന് കടലിന്റെ മക്കള് അവരുടെ ഏറ്റനങ്ങളും കൊണ്ട് വന്ന് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പോലും അവർക്ക് നിങ്ങൾ ഒരു ചില്ലി പൈസ കൊടുത്തില്ല. ഞങ്ങളത് ചോദിക്കാൻ വന്നില്ല. ഞങ്ങൾ ധീരതയുള്ള മക്കളാണ്. ഞങ്ങളുടെ ആണുങ്ങളുടെ കൂടെ നിങ്ങൾ ഇറങ്ങും നീന്താൻ വേണ്ടി. ഇറങ്ങടാ നീന്താൻ വേണ്ടി. എന്റെ സഹോദരങ്ങളോട് നിങ്ങൾക്ക് ഈ കടലമ്മയുടെ മല്ലിടാൻ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങളുടെ ആണുങ്ങൾ ഞങ്ങൾക്ക് പോയാൽ തിരിച്ചു വരൂടെ? അതിനുള്ള കഴിവുണ്ടേ ഞങ്ങൾക്ക്. ഞങ്ങളതാണ് നിങ്ങളുടെ കളി. ഞങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു സാധനവും പിടിച്ചു പറിക്കാൻ വന്നതല്ല. ഞങ്ങള് ഗവൺമെന്റിന്റെന്ന് പിടിച്ചു പറിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ സ്ഥലം ചോദിക്കാൻ വന്നതാ.